ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരുടെ വിശേഷം സുഖമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കിടിലൊരു ഐറ്റമായിട്ട് വന്നിരിക്കുന്നത് എന്നാന്ന് വെച്ചാൽ ചില്ലി ചിക്കൻ. ഇതാണ് സാധനം, ചില്ലി ചിക്കൻ. ഇവനെ നമുക്ക് വെട്ടി പീസ് ആക്കിക്കൊണ്ട് നമുക്ക് വരാം. അപ്പം നിങ്ങളോട് എനിക്ക് കാര്യം പറയാനുണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പക്ഷേ ബെല്ലൂടെ അടിക്കണേ. ഇവനെ നമുക്ക് ചെറിയ പീസാക്കണം ചില്ലി ചിക്കന് വേണ്ടി. നമുക്ക് ഇവനെ നല്ല അടിച്ച് പൊളിക്കണം. ഇവനെ ചില്ലി ചിക്കൻ ആയതുകൊണ്ട് ചെറിയ പീസാണ് ഇതിന് ആവശ്യമുള്ളത്. വലിയ പീസായാൽ ഇതിന് മസാല ഒക്കെ പിടിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് ചെറിയ പീസാക്കി വെട്ടിയെടുക്കാം. നമുക്കിവനെ വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. വെള്ളം ആവശ്യത്തിനുള്ള ഒഴിച്ചു കൊടുക്കും. നമുക്ക് കഴുകിയിട്ട് വീഡിയോ കാണാം. അപ്പം ചിക്കനെല്ലാം പീസാക്കി കഴിഞ്ഞു. ഇപ്പം നമുക്ക് വറക്കാനായിട്ടുള്ള ഇട്ട് പോവാം. എന്ന് വെച്ചാൽ ആവശ്യമുള്ള സാധനങ്ങൾ ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഒഴിക്കാം. ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും കൂടാണ് ഇത് ആവശ്യത്തിന് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ചില്ലി പേസ്റ്റാണ്, ചില്ലി പേസ്റ്റാണിത്. ഇതും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു വെക്കാം. കോൺഫ്ലവറിൻ്റെ ആവശ്യത്തിന് ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ മൈദാമാവ് ആവശ്യത്തിനുള്ള ഇതിൻ്റെ അകത്ത് ഇടുകയാണ്. പിന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. സോയാ സോസ് ആവശ്യത്തിന് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് സോയാ സോസ് ഒഴിച്ചു. പിന്നെ 2 മുട്ടയുണ്ട്, അതും കൂടെ ഇവനെ കൂടെ നമുക്ക് അതിൻ്റെ അകത്തോട്ട് പൊട്ടിച്ചൊഴിക്കാം. നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം, ഒന്ന് പിടിക്കട്ടെ. ഒരു 10 മിനിറ്റ് ഒന്ന് ഇരിക്കണം മസാല ഒന്ന് പിടിക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് വറക്കാൻ പോകാം. നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വറക്കാനായിട്ടുള്ള പാത്രം വെച്ച് കൊടുക്കാം. ചൂടാകട്ടെന്ന്. പാത്രം ചൂടായിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. മസാല വരട്ടി ചിക്കൻ ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു അര വേവായിട്ടുണ്ട്. ഇതിനെ നമുക്ക് കോരി അങ്ങ് എടുത്തേക്കാം. ഇപ്പം നമ്മൾ വറുത്ത് കഴിഞ്ഞു. ഇനിയും നമുക്ക് പച്ചക്കറികളൊക്കെ ഒന്ന് അരിയാൻ പോകണം. നമ്മൾ 9 സവോള എടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് സ്ക്വയറായിട്ട് അരിഞ്ഞു കൊടുക്കാം. ആദ്യം സവോള നമ്മൾ അരിഞ്ഞു കഴിഞ്ഞു. അടുത്ത പച്ചമുളക് 2ആയിട്ട് കീറിയിട്ട് കൊടുക്കും. പച്ചമുളക് നമ്മൾ കീറിക്കഴിഞ്ഞ് കൊച്ചുള്ളി നമുക്ക് 2ആയിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. 2-3 ചെറുതായിട്ടങ്ങ് അരിഞ്ഞിട്ട് കൊടുക്കാം. ഒരു തക്കാളി അങ്ങ് ചെറുതായിട്ടങ്ങ് അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പം തക്കാളി അരിഞ്ഞു കഴിഞ്ഞു. നമുക്ക് ക്യാപ്സിക്കം അരിയാം. ക്യാപ്സിക്കായ അരിഞ്ഞു കഴിഞ്ഞു. അടുത്ത് നമുക്ക് ക്യാരറ്റ് അരിഞ്ഞു കൊടുക്കാം. നമ്മൾ പച്ചക്കറി എല്ലാം അരിഞ്ഞു കൊടുത്തു കഴിഞ്ഞു. അപ്പം നമുക്ക് ഈ സെറ്റപ്പ് ആക്കാനായിട്ട്, ഇതെല്ലാം ഗ്രേവി ആക്കാനായിട്ട് പാത്രം കൊണ്ട് വെച്ച് കൊടുക്കാം. എന്നാന്ന് വെച്ചാൽ നമ്മൾ ഈ ചിക്കൻ വറുത്ത പാത്രത്തിൽ തന്നെയാണ് എടുത്തത്. അതിൻ്റെ അകത്ത് മസാല ഒക്കെ ഉണ്ട്. അതിൻ്റെ സത്തൊക്കെ എന്തിനാണ് കളയുന്നത്? അതിന് വേണ്ടി ഞാൻ ഇതിൻ്റെ അകത്ത് തന്നെ വെക്കാനായിട്ട് എണ്ണ ചൂടായിട്ട് മസാല നമുക്ക് വഴത്താം. എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ ഈ സവോള ഇട്ട് കൊടുത്തത്, സവോളയും കൊച്ചുള്ളിയും കൂടി ഇട്ട് കൊടുത്തേക്കാം. നല്ലോണം ഒന്ന് വഴന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. സവോള ചെറുതായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ക്യാരറ്റും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തേ. ക്യാരറ്റും തക്കാളിയും എല്ലാം കൂടെ ഒന്ന് ഗ്രേവി ആക്കാനായിട്ടാണ്. അപ്പം എല്ലാം കൂടെ ഒന്ന് ചേർത്തായിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. അപ്പം എല്ലാം ചെറുതായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. നമുക്ക് പച്ചമുളകും ഈ ക്യാപ്സിക്കായും ഇട്ട് കൊടുത്തേക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം.
അപ്പോൾ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാണ്ട്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലാസ്റ്റ് ഒരു ബെല്ലും അടിച്ചേക്കണേ. ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പൊ നമുക്ക് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന്. നമുക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് സോയ സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അല്പം പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ അകത്ത്. മല്ലിയിലയാണെങ്കിൽ ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കാം. മല്ലിയില ആവശ്യത്തിന് നല്ലപോലെ ഇളക്കി കൊടുക്കാം. മണമൊക്കെ അടിച്ചു തുടങ്ങി കേട്ടോ. ചില്ലിയുടെ മണമൊക്കെ അടിച്ച്, സോസൊക്കെ ഒഴിച്ചപ്പോഴത്തേന് മണമൊക്കെ അടിച്ചു തുടങ്ങി. ആവശ്യത്തിന് നമ്മൾ ഇച്ചിരി ചൂടാക്കി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ അകത്തോട്ട്. സോസിൻ്റെ ഒക്കെ നല്ല കളറാണ്. സോസും ഇതൊക്കെ വന്നപ്പോഴത്തേന് നമുക്ക് കോൺഫ്ലവറും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല സൂപ്പർ മണം. എന്താ ഇവനും കൂടെ ചെല്ലുമ്പോഴോ നമ്മൾ ചിക്കനും കൂടെ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഗ്രേവിയൊക്കെ സെറ്റായിട്ടുണ്ട്. ആഹാ, നല്ല സൂപ്പർ മണം. എൻ്റെ അമ്പമ്പോ സൂപ്പർ മണം കേട്ടോ. ഓ, സെറ്റായി. ഒരു 10 മിനിറ്റത്തെ പരിപാടിയും കൂടെ ഉണ്ട്. സെറ്റാണ് ഇത്. അപ്പോഴത്തേന് നമുക്കൊന്ന് അടച്ചു വെക്കാം. അതിന് സെറ്റാകട്ടെ. അപ്പോൾ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാണ്ട്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലാസ്റ്റ് ഒരു ബെല്ലൂടെ അടിച്ചേക്കണേ. നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. ഇവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. എൻ്റെ അമ്പമ്പോ സൂപ്പർ മണം. ചില്ലി ചിക്കൻ്റെ മണം എന്ന് പറഞ്ഞാൽ സൂപ്പർ. ഓ, അതിൻ്റെ ഗ്രേവി മസാലയൊക്കെ നല്ലപോലെ ചേർന്നു. ഈ സാധനമാണ് ചില്ലി ചിക്കൻ. എന്താ വാട കൊതിയാകുന്നു ഇവനെ നമുക്കൊരു പാത്രത്തിലോട്ട് വെച്ച് നോക്കാം. പൊറോട്ട ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു പാത്രത്തിലോട്ട് നമുക്ക് വെച്ച് കാര്യം ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ഒരു ഗസ്റ്റ് ഉണ്ട്. ആ ഗസ്റ്റ് എന്ന് പറയാൻ എൻ്റെ ചേട്ടത്തിയുടെ മോനാണ്. അവൻ കൊച്ചിക്കാരനാണ്. കൊച്ചിയിലെ ഫുഡുമായിട്ട് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതെങ്ങനെ ഉണ്ടെന്ന് ഇതൊന്ന് കഴിച്ചു നോക്കാം. ചിക്കൻ കഴിച്ചു നോക്ക്. ചിക്കൻ കഴിച്ചു നോക്ക് എങ്ങനെ ഉണ്ടെന്ന്. ഇതുപോലത്തെ സാധനം ഞാൻ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. സൂപ്പർ. ചിക്കൻ പൊറോട്ട ഉണ്ടെങ്കിലും ഒറ്റ ഇരിപ്പ് ഇരുന്ന് തിന്ന് തീർക്കാൻ പറ്റിയ ഐറ്റം. വെടിച്ചൊരു സാധനം. ചിക്കനൊക്കെ എങ്ങനെയുണ്ട്? അവിടുത്തെ ചില്ലി ചിക്കൻ പോലെയാണോ ഞങ്ങൾ ഇവിടെ വെക്കുന്നത്? ഞങ്ങളുടെ തിരുവല്ലാക്കാരുടെ ചിക്കൻ എങ്ങനെയുണ്ട്? സൂപ്പർ. ഇതൊന്നും അവിടെ കിട്ടത്തില്ല. കൊച്ചിയിലൊന്നും ഇതുപോലത്തെ ഇല്ലല്ലേ? അപ്പോൾ ഞാനും ഇച്ചിരി കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. പൊറോട്ടായി ചില്ലി. ആദ്യം നമുക്ക് കാലാവസ്ഥ ഇച്ചിരി മോശമാണ്. എന്നാ വെച്ചാൽ ഈ സന്ധ്യയായി. നമുക്ക് ഇരുട്ടുന്നതിന് മുമ്പേ നമുക്കിത് റെഡിയാക്കണം പെട്ടെന്ന്. അതിനെ നമുക്കിതിനെ കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ട്. എൻ്റെ അമ്പമ്പോ സൂപ്പർ സാധനം കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ കാണുന്ന പോലെ അല്ല കഴിച്ചപ്പോൾ.
ഒരു രക്ഷയില്ല. എനിക്ക് അടിച്ച് പൊളിച്ചു. എനിക്കൊന്നും പറയാനില്ല, വാക്കുകളില്ല. എന്തോ സാധനമാടാ ഇത്. പൊറോട്ടയുടെ കൂടെ ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പം അടിച്ചു പൊളിച്ചു. പിന്നെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൂടെ അടിച്ചേക്കണേ. നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. ടാറ്റ, ബൈ ബൈ. പൊളി സാധനം, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.